ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്റെ അറസ്റ്റിന് രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അന്വേഷണ സംഘത്തിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും യാതൊരു കുറ്റവും ചെയ്യാതെ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. MJ പ്രതീഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പ്രശാന്തിന്റെ ഭരണസമിതിയെ പ്രതി ചേർത്തിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സർക്കാർ മാറിയതോടുകൂടി പ്രശാന്തിന്റെ ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു. തന്നെയും അറസ്റ്റ് ചെയ്തേക്കാം, അജികുമാറിനെയും അറസ്റ്റ് ചെയ്യും എന്നുള്ള ചില വിവരങ്ങൾ പ്രശാന്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നേരിട്ട് ഈ കേസിൽ പ്രതി 2019 ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലാതിരുന്ന പ്രശാന്ത് 2025 ഈ ലോഹപാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാത്ത സാഹചര്യത്തിൽ പോലും തന്നെ പ്രതിയാക്കുമെന്നുള്ള ഒരു ആശങ്കയാണോ ഫേസ്ബുക്കിൽ പ്രശാന്ത് പങ്കുവയ്ക്കുന്നത്? പ്രതീഷ്, അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 തവണ PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തതാണ്. പക്ഷേ പിന്നീട് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. കഴിഞ്ഞ കാലത്തെ ഭരണസമിതിക്കെതിരെ വലിയ തെളിവുകളൊന്നും തന്നെ SITക്ക് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം ഉൾപ്പെടെയുള്ള 7 പേരെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടന്നത്. പക്ഷേ ആ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും പിന്നീട് തുടർ നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1 മാസത്തെ സമയം ഹൈക്കോടതി അനുവദിച്ചതോടുകൂടിയാണ് ഈ മറ്റു നടപടികളിലേക്ക് SIT കടക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചത്. PS പ്രശാന്ത് തന്നെ പറയുന്നത് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വിശദീകരണ കുറിപ്പായി തന്നെ തന്റെ കാലത്ത് നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ PS പ്രശാന്ത് വിശദീകരിക്കുന്നത്. 2019 ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരാൻ 2024-25 ബോർഡ്, അതായത് PS പ്രശാന്ത് പ്രസിഡന്റ് ആയ ബോർഡ് നിമിത്തമായി എന്നതാണ് പറയുന്നത്. മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു പങ്കുമില്ല. താൻ പ്രസിഡന്റായി വരുന്നതിന് 6 മാസം മുമ്പ് തന്നെ ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. 2019 കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നതടക്കമുള്ള വിശദീകരണമാണ് PS പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്ന് ആരോപണം കൂടി PS പ്രശാന്ത് പറയുന്നുണ്ട്. നേരത്തെ തന്നെ അത് പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ PS പ്രശാന്ത് പറഞ്ഞതാണ്. ആ നിലപാട് കൂടി, അല്ലെങ്കിൽ ആ കാര്യം PS പ്രശാന്ത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നീക്കത്തിന് പിന്നിൽ സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ഒരു ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുക കൂടിയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത്.